പടമായിരുന്നു തോന്നി. ഇല്ല അല്ല ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഒരു ഫാമിലി ഒരു കുടുംബകഥ ആ രീതിയിൽ ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ക്രൈം ത്രില്ലറാണ്. എന്തായാലും കൊള്ളാം, രസം. അതെ, നല്ല റോളുണ്ട് എല്ലാവർക്കും. അതേപോലെ തന്നെ ഈ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രസമായിട്ട് വന്നിട്ട്. അതെ, കാണുമ്പോൾ പലതും നമുക്ക് ചോദ്യങ്ങൾ നിലനിർത്തിയിട്ടാണ് ഈ പടം അവസാനിക്കുന്നത്. അത് അറിയണമെങ്കിൽ ആ പടം കാണുക, അങ്ങനെ പറയാൻ പറ്റും. സൂപ്പർ അല്ലേ? സൂപ്പർ നല്ല മൂവിയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പബ്ലിക്കായിട്ട് പറയുന്ന ആൾക്കുള്ള തെറ്റായിട്ട് കാണണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ചിന്തിക്കാൻ കാരണം ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ ചുറ്റുപാടാണ്. ഇപ്പോൾ പെൺകുട്ടികൾ കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് സിനിമയിൽ കാണിക്കുന്നുണ്ട്, നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരു കുടുംബകഥ, ഒരു നടന്ന ഒരു കഥ ഇവരുടെ കൂടെയുള്ളത് ഏറ്റവും നല്ലതായിരുന്നു. ഫാമിലി പോലെയുള്ള സാറായാലും വളരെ നല്ല. അതെ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജാണ്. സ്ത്രീകൾക്ക് എന്തായാലും സ്ത്രീകളുടെ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം എല്ലാവരോടും നല്ലൊരു മെസ്സേജായിട്ടാണ് സാർ കൊണ്ടുവരുന്നത്. എന്തായാലും നല്ല സ്ത്രീപക്ഷ സിനിമയോ പുരുഷപക്ഷ സിനിമയോ അങ്ങനെയുള്ള രീതിയിൽ ഞാൻ കാണുന്നില്ല. നല്ലൊരു എൻ്റർടൈനറായിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ, അത്രയോ കുഴപ്പമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഈ കുറ്റാന്വേഷണം അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മ അങ്ങനത്തെയൊക്കെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ്. അതൊക്കെ ഇഷ്ടമായി. പിന്നെ ബാക്കി അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് കാണാം. അത്രയും പോലെ പേഴ്സണലി എനിക്ക് എൻ്റെ പേഴ്സണലി കുഴപ്പമില്ലാന്ന് തോന്നി. ഐ മീൻ ആക്ടിങ് വൈസ് എനിക്ക് അത്ര പോറാക്കാതെ ചെയ്യാൻ പറ്റി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം ആൾക്കാർ പറയുന്നത് വേറെ ഇൻസിഡൻറ്റും കൂടെ ആയതുകൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കോട്ടയംകാരിയാണ്. അവിടെ നടന്ന സംഭവം തീർച്ചയായിട്ടും അടിപൊളി പടം, എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല മോനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി ചെയ്യുന്നുണ്ട്. ഞാൻ ശേഷം വളരെ നന്നായിട്ട് ഒരു മികച്ച പെർഫോമൻസ് ആണ് എല്ലാവരും. നന്നായിരുന്നു, നല്ല മൂവിയായിരുന്നു. എൻഗേജിങ് ആയിരുന്നു. ക്യൂരിയോസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. ക്ലൈമാക്സിൽ ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ ഡിഫറൻസ് വരുന്നുണ്ടല്ലോ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള. അതെങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ല നമ്മൾ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് പുതിയൊരു ടേണിംഗ് പോയിന്റ് അവർ റിവീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ്, ഷിമല, ചന്തു, അനുമോഹൻ, അതേപോലെ അപർണ, എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് നല്ലതായിരുന്നു. ലൈറ്റാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വലിയ സന്തോഷം, എന്നെ തല്ലാൻ തോന്നുന്നൊക്കെ പറയും. അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ നമ്മളെ പ്രൊമോഷനും റിവ്യൂ കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് എല്ലാം ഗ്രേ ഷെയ്ഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഒരു ദേഷ്യം തോന്നിയാൽ അതെ ദേഷ്യം തോന്നാണ് വിജയം എന്ന് വിചാരിക്കും. മെയ്യൊക്കെ എന്നെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു. വലിയ അംഗീകാരം. സാധാരണ പ്രേക്ഷകർ പറയുന്നല്ലേ നമ്മളൊരു സന്തോഷം. ഞാൻ കണ്ടിട്ട് ഇറങ്ങുന്നത് ഏത് സിനിമയാണെന്നറിയാമോ? സീക്രട്ട് ഹോം. സത്യം പറഞ്ഞാൽ അവിചാരിതമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. അവിചാരിതമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് എത്തിയത്. കാരണം എന്നോടൊപ്പം ചാട്ടുളി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത അമൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ടാണ് ഇത് കാണാനായിട്ട് വന്നത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം റിയലാണ്. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് നടന്ന സംഭവം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആറ്റിങ്ങൽ സംഭവം, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം. അന്ന് പലരും ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞപ്പോഴും പലരും അവരെ ഒരുപാട് ദ്രോഹിച്ചപ്പോഴും എനിക്ക് തൊണ്ടയിടറുന്നുണ്ട്. ഞാൻ മാത്രമായിരുന്നു ആ കുട്ടിയെ ആ വീട്ടുകാർക്ക് സപ്പോർട്ടായിട്ട് നിന്നതും പറഞ്ഞു. പക്ഷേ അന്ന് മുഖ്യധാരയിൽ എൻ്റെ വാക്കുകൾക്കോ അതിനൊന്നും ആരും വില കൽപ്പിച്ചു. നീതി താമസിച്ചാണ് നമുക്കൊരു നീതി കിട്ടുന്നതെങ്കിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സത്യമെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ താന്നു കിടക്കുന്നു. കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും.
പക്ഷെ ഒരു നാൾ ആ സത്യം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ കള്ളമെല്ലാം മാറും. പക്ഷെ സത്യം ലേറ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത്രയും നാൾ ആ വ്യക്തി അനുഭവിക്കുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ ആ മാനസിക പ്രയാസങ്ങൾ, ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കര വിഷമമാണ്.